രാജ്ഭവനിലെ അറ്റ് ഹോം പരിപാടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചു. സർവകലാശാല വിഷയങ്ങളിൽ ഉൾപ്പെടെ ഗവർണറുമായി ഭിന്നത തുടരുന്നവരുടെയാണ് തീരുമാനം. ഓർക്കണം, പ്രതിപക്ഷ നേതാവും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല. AK സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായി വായിക്കാമോ? തീർച്ചയായിട്ടും ആര്യ, അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും സർക്കാരിൻ്റെയും LDFിൻ്റെയും ഒരു തീരുമാനമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒന്നും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. സർവകലാശാല വിഷയത്തിൽ ഉൾപ്പെടെ തെരുവിലേക്ക് ആ പ്രതിഷേധങ്ങൾ എത്തുന്നതുവരെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സാധാരണഗതിയിൽ എല്ലാ വർഷവും ഗവർണർ ഇത്തരത്തിൽ സ്വാതന്ത്ര്യദിന ദിവസം ഒരു സൽക്കാര പരിപാടി അറേഞ്ച് ചെയ്യാറുണ്ട്. അതിൽ സാംസ്കാരിക രംഗത്തു നിന്നുള്ളവർ, രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളവർ, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ, അങ്ങനെ അവരെല്ലാം തന്നെ വരിക പതിവാണ്. കഴിഞ്ഞ വർഷവും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു തുടർച്ച, ആ പ്രശ്നങ്ങൾക്കൊന്നും അയവ് വന്നിട്ടില്ല എന്നത് തന്നെയാണ് ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണറുടെ രാജ്ഭവന് നേരെ എതിർവശത്താണ് മന്ത്രി GR അനിലിൻ്റെ അജന്ത എന്ന അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി. ഈ പരിപാടി നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പോലീസിൻ്റെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പോഴും ഈ രാജ്ഭവനിലേക്ക് പോകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇത് പൊതുവായിട്ട് സർക്കാരും LDFും എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഈ പരിപാടി ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.